ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ട് ഈ ഒരു സാരി കൊണ്ട് ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു യെല്ലോ കളർ ബ്ലൗസ് പീസ് ഇല്ലേ, അത് എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. കറക്റ്റ് ഒരു ബ്ലൗസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വൺ ടക്കിൽ വരുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് എന്നോ ക്രോപ്പ് ടോപ്പ് എന്നോ ഒക്കെ പറയാം. അത് നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഫുൾ ഫ്ലെയറിൽ ഈ ഒരു അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. 6 മീറ്റർ ആണല്ലോ സാരിയൊക്കെ വരുന്നത്. അപ്പോൾ സാരിയുടെ താഴെ താണ്ട് ഇതുപോലൊരു യെല്ലോ കളർ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മടക്കി അടിച്ചാലും മതി, കുഴപ്പമില്ല. അത് നമുക്കങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഞാനിവിടെ സാരി 4ആയിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കണം. ഇനി തണ്ട് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് തണ്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ തറയിൽ കിടന്നും ഇരുന്നൊക്കെയാണ് വെട്ടുന്നത്, കാരണം 6 മീറ്റർ ഉണ്ടല്ലോ. 6 മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇട്ട് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടി നടന്നും കിടന്നും ഒക്കെ വെട്ടുന്നത്. നിങ്ങൾ അത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ തണ്ട് ഇതുപോലെ നമ്മൾ സാരി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അളന്ന് കൊടുക്കണം. എൻ്റെ വേസ്റ്റിൻ്റെ അളവ് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 36നെ 6.28 കൊണ്ട് ഭാഗിക്കുമ്പം എല്ലാത്തിൻ്റെയും നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 6.28 കൊണ്ടാണ് കേട്ടോ ഒന്ന് ഭാഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അളവ് 5.73 ആണ്. അപ്പോൾ ഞാൻ ഒരു 5.8 എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് അളന്ന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടേത് വേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് ഈ ഒരു 6.28 എന്നുള്ള ആ ഒരു അളവ് കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ഭാഗിച്ചെടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി താഴോട്ടുള്ള ഇറക്കം എനിക്ക് വേണ്ടത് 40 ഇഞ്ചാണ് കേട്ടോ. ടോട്ടലായിട്ടുള്ള ഇറക്കം വേണ്ട. അതിനകത്ത് 1.5 ഇഞ്ച് നമ്മുടെ ബെൽറ്റിന് വേണ്ടിയിട്ട് പോവും. അപ്പോൾ അത് കഴിഞ്ഞാൽ 38.5 കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തയ്യൽ തുമ്പിന് പോവുമല്ലോ, അതാണ് 1 ഇഞ്ച് വരുന്നത്. അങ്ങനെ 39.5 ആണ് എൻ്റെ ഒരു ഇറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ ആ അളന്ന് കൊടുത്തിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതാണ് 39.5. ഞാൻ പക്ഷേ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാൻ എളുപ്പത്തിൽ നിന്ന് ആ തുമ്പ് തൊട്ടേ താഴോട്ട് ഇങ്ങനെ അളന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 5.8 ആദ്യം എടുത്തിട്ടുണ്ടല്ലോ, അതും ഈ 39.5 കൂടെ ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോഴാണ് എനിക്ക് 45.3 ആണ് കേട്ടോ. അപ്പോൾ മോളിൽ നിന്ന് ഏറ്റവും താഴെ വരെ 45.3 എനിക്ക് കിട്ടുന്ന ആ ഒരു അളവ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ, അപ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് തന്നെ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സൈഡിൽ കണ്ടോ കുറച്ച് തുണി ഇങ്ങനെ നമുക്ക് തികയാതെ വരുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ എന്നെക്കാളും നീളം കുറവ് വേണ്ടവർക്കാണെങ്കിൽ ആ ഒരു ചെറിയ പീസ് അവിടെ വെച്ച് അടിച്ചു കൊടുക്കേണ്ടി വരത്തില്ല. ഇതിപ്പോൾ എനിക്ക് നീളം ഇത്രയും വേണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ആ ഒരു സൈഡിൽ കുറച്ച് തുണി ഇങ്ങനെ ഒരു കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കട്ട് ചെയ്ത് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമുള്ളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇറക്കം അത്രയും വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു തുണി ഇങ്ങനെ എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് വെട്ടുന്നത് ചിലപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ടാസ്ക്കായിട്ട് തോന്നാറുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മുകളിലത്തെ തുണി ഇങ്ങനെ മുകളിലോട്ടൊന്ന് മാറ്റിയിട്ട് അതൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ പോകുന്ന രീതിയിൽ നമ്മൾ ഈ തുണിയിൽ നിന്ന് കുറച്ച് അകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് തുണി കുറച്ചിങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് ഉണ്ടോ, ഞാൻ ആദ്യം താഴേന്ന് പിടിച്ച് വലിക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ അളവ് തെറ്റിപ്പോവും. ഈ വെച്ച് കൊടുത്ത തുണി കുറച്ചുകൂടി ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വയ്ക്കണം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആണോ എല്ലാവരും കട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു സ്കേർട്ടിന് അളന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് അളവ് ടേപ്പ് എടുത്ത് അളന്ന് കൊടുക്കാം. എനിക്കിപ്പോൾ അത് ഏകദേശം അറിയാം, ഇതിലേക്കൂടെ തുണി പോയേക്കുന്നത് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിങ്ങനെ പറയുമ്പം കുറച്ച് എന്തൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ എക്സ്ട്രാ വരുന്ന തുണി ഇത്രയും കട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ 2 പീസാണ് കേട്ടോ കിട്ടുന്നത്. എൻ്റെ ഈ ഒരു കട്ടിങ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലത്തെയും ബാക്കിൻ്റെയും സ്കേർട്ടിൻ്റെ സെൻട്രലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, കട്ട് ചെയ്ത പീസിലും അതുപോലെ തന്നെ സ്കേർട്ടിലും ആ ഒരു നടുക്ക് അതിൻ്റെ പകുതി വരുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ തുണിയുടെ നമ്മൾ ആ നടുക്ക് തൊട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു തുടങ്ങുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ. ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്നില്ലേ, ആ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ഒരു എക്സ്ട്രാ പീസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഫ്ലെയറിലാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് വരുന്നത്. അപ്പോൾ
അത് നമുക്ക് അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ കാണിച്ച ആ ഒരു സൈഡില്ലേ അവിടെയും കൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അതുകൊണ്ട് ഈ 2 പീസും നമുക്ക് ഒന്ന് ജോയിൻ ചെയ്യണം. സ്കേർട്ടിൻ്റെ 2 പോർഷനാണ് കേട്ടോ, നമ്മൾ 2ആയിട്ടാണ് ഇത്രയും കട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അത് 2 എണ്ണം കൂടെ ഒരു സൈഡിൽ മാത്രം, ഈ ഒരു സൈഡിൽ മാത്രം നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു അളവൊന്ന് എടുത്ത് കൊടുക്കാം. നമുക്ക് ബെൽറ്റ് വേണ്ടേ, സ്കേർട്ടിന് നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അവിടെ ബെൽറ്റ് എത്ര വരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അളന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്ട് ഇങ്ങനെ ഫുള്ള് അളന്ന് കൊടുക്കുവാണ്. എൻ്റെ അളവ് അങ്ങോട്ട് ടേപ്പിൽ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട, എൻ്റെ അളവ് നോക്കണ്ട, നിങ്ങളുടെ അളവ് എത്രയാണോ എന്നുള്ളത് ഇത് കണക്ക് നമ്മളിതിനകത്ത് എക്സ്ട്രാ ഒന്നും എടുക്കണ്ട. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് അളന്നെടുക്കണം. അളന്നെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാരിയുടെ ബാക്കി തുണി കാണുമല്ലോ, ആ ഒരു തുണിയിൽ എത്രയാണോ ഈ ഒരു ലെങ്ത് വരുന്നത് അത്രയും തന്നെ നമുക്ക് അളന്നെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 1.5 ഇഞ്ചാണല്ലോ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പം 1.5 3 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർന്ന് നമുക്കൊരു 4 ഇഞ്ചിലാണ് ഇതിൻ്റെ ഒരു വീതി കൊടുക്കേണ്ടത്. കണ്ടോ, ഇതിൻ്റെ 4 ഇഞ്ചാണ് ഇപ്പോൾ വീതി എടുത്തേക്കുന്നത്. പിന്നെ നീളം നിങ്ങളുടെ ആ ഒരു വേസ്റ്റ് നിങ്ങൾ എത്രയാണോ 2 പീസും കൂടെ കൂട്ടി വെച്ച് അടിക്കുമ്പോൾ കിട്ടുന്നത് അത്രയും എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പീസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊന്ന് ചേർത്ത് വെച്ച് അടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല വശവുമാണ് ഇതിൻ്റെയും ചേർത്ത് വെച്ചിട്ട് ദാണ്ടെ ഇതുപോലെ ഫുള്ള് നമ്മൾ ആ ഒരു 4 ഇഞ്ച് വീതിയുള്ള ആ ഒരു തുണി ഇതിലിങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ദാണ്ടെ അടിച്ചു കഴിയുമ്പം ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് തിരിച്ചിട്ടിട്ട് ആ ഒരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ ഇപ്പം ബെൽറ്റിന് വേണ്ടിയിട്ട്, അതിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ പാവാട നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് ഉണ്ടല്ലോ, ആദ്യം ഒരു സൈഡ് മാത്രമേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് ദാണ്ടെ മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 സ്റ്റിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ദാണ്ടെ നമ്മുടെ മുകളിലത്തെ ആ ഒരു 4 ഇഞ്ചിൻ്റെ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കണം. പിന്നെ ദാണ്ടെ ഇതുപോലെ നമ്മുടെ നേരത്തെ തയ്ച്ച തയ്യൽ തുമ്പിലോട്ട് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കറക്റ്റ് ഒരു 1.5 ഇഞ്ചൊക്കെ വരും തയ്യൽ തുമ്പ് എല്ലാം കൂടെ പോയി കഴിഞ്ഞിട്ട്. ഇനി നമ്മളിങ്ങനെ ഫുൾ അടിച്ചു കൊടുക്കണം. ഫുൾ അടിച്ചു കൊടുക്കരുത്, നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ദാണ്ടെ ആ ഒരു കുറച്ച് പോർഷൻ ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി ഇപ്പുറത്താണ്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തണം. ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ദാണ്ടെ അത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ അളവൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. എൻ്റെ ഒരു വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 36 ഇഞ്ചല്ലേ വരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ ഒരു 3 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് 33 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ വേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് അതിനൊരു 3 ഇഞ്ചൊക്കെ കുറച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കും ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കാം. എന്നിട്ട് ദാണ്ടെ ഇതുപോലെ നമ്മളൊരു പിന്ന് കുത്തിയിട്ട് ഇലാസ്റ്റിക് ഇങ്ങനെ സ്കേർട്ടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്ന് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചില ലൈനിങ്ങൂടൊക്കെ വരുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും, നമ്മളിങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ടാലും വള്ളിയൊക്കെ ഇടുമ്പോഴായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ ഇതെനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അത് രണ്ടും ഒന്നൊരു പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാതിരിക്കാൻ. കാരണം ഞാനിങ്ങനെ നേരെ വലിക്കുന്ന സമയത്തെങ്ങാനും കയറി പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുത്തി കൊടുത്താൽ കേട്ടോ. ഇനി നമുക്കത് അവിടെ ഇങ്ങനെ 3-4-5 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് സ്കേർട്ടിനകത്തോട്ടാക്കി കൊടുക്കണം. അകത്തോട്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അധികം ഉണ്ടല്ലോ, നമ്മൾ 33 ഇഞ്ചല്ല തുണി ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഇങ്ങനെ ഫ്രില്ല് കണക്കൊക്കെ വരും ഇലാസ്റ്റിക്കിൽ. അപ്പോൾ അതൊന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ദാണ്ട് ഈ ഇവിടുന്ന് നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ദാണ്ട് നടുക്കും കൂടെ ഇലാസ്റ്റിക് തിരിഞ്ഞും മറിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടി നടുക്കും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാവാടയുടെ പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ നേരത്തെ സാരിയിൽ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ലേസ്, അത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ലേസ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് വെക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ലെങ്ത് കിട്ടുകയോ എന്നുള്ളത് ആദ്യം ഒന്ന് പിടിച്ച് നോക്കണം. പക്ഷേങ്കിൽ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ ഈ ലേസ് ഒന്നും വെച്ച് കൊടുക്കണ്ട, നമുക്ക് മടക്കിയിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമല്ലോ, അതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് കൂടി ഇതിലൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് അടിയിൽ വേറൊരു സ്കേർട്ടാണ് ഇട്ടേക്കുന്നത്. ഗ്രീൻ കളർ ആയിരുന്നെങ്കിൽ അറിയത്തില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറാണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വേഗം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലെയറിലാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അംബ്രല്ല സ്കേർട്ട് കിട്ടുന്ന ഒരു സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.